സുപ്രീം ബ്ലോഗ്സിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കാം. ഞാൻ അതിനായിട്ട് നല്ല ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ഭാഗം മതി. അപ്പം ഞാൻ പെട്ടെന്ന് അത് ചെത്തി വൃത്തിയാക്കി ഒരു ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ അടുപ്പിൽ വെച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് അതിൻ്റെ കൂടെ ഒരു പച്ചമുളകും ഇട്ട് പെട്ടെന്ന് തന്നെ ഇച്ചിരി ഉപ്പും ഇട്ട് നമുക്ക് വേണ്ടുന്ന 1/2 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നമുക്കത് വേവിക്കാൻ വെച്ച് ഇനി അതിൻ്റെ അരപ്പ് ചേർക്കാനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2 കാന്താരി വെച്ച് നമുക്ക് ഇത് അരച്ചെടുക്കാം. അതിൻ്റെ അത് നമുക്ക് നല്ലതുപോലെ മിക്സിക്ക് ജാറിനകത്ത് വെച്ച് അരച്ച് ആ അരപ്പിനോട് കൂടി തന്നെ നല്ല കട്ട തൈര് ചേർത്തിട്ടുണ്ട് അരച്ച്. അപ്പോഴത്തേക്ക് നമ്മുടെ പൈനാപ്പിളൊക്കെ വെന്ത് കഴിഞ്ഞ് ഇനി നമുക്കിത് ചേർക്കാം, അരപ്പ് ചേർക്കാം. നല്ല കട്ട തൈരുമായിട്ട് ചേർത്ത് അരച്ചതാണ്. നമുക്ക് ഇത് തിളയ്ക്കരുത്, ഇത് തിളച്ചാൽ കൊള്ളത്തില്ല. പക്ഷേ ഇത് നല്ലപോലെ ചൂടാക്കി എടുക്കാം. നല്ല പുളിശ്ശേരി ഇപ്പം നല്ല ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇനി കടുക് വറക്കണം. അപ്പം പുളിശ്ശേരി എല്ലാം ഓക്കെ, നല്ലതുപോലെ ആയിട്ടുണ്ട്. നമുക്കിനി അതിനെ കടുക് വറക്കാനായിട്ട് പാത്രം വയ്ക്കാം. അതിനകത്ത് ഇച്ചിരി എണ്ണയൊക്കെ ഒഴിച്ച് നമുക്ക് ഇച്ചിരി കടുകിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് ചൂടാകട്ടെ. ചൂടാകുമ്പോഴത്തേക്ക് കുറച്ച് കടുകിടാം. കടുകിട്ട് കുറച്ച് ഉള്ളിയും ചേർത്ത്, ചെറിയ ഉള്ളിയും അരിഞ്ഞ് ചേർത്ത് നമുക്ക് 2 വറ്റൽമുളകൊക്കെ ചേർത്ത് വേഗത്തിൽ തന്നെ ഇത്തിരി കരിവേപ്പിലയൊക്കെ, നിങ്ങൾ കരിവേപ്പിലയ്ക്ക് എന്താ പറയുന്നത്, കരിവേപ്പിലയൊക്കെ ഇട്ട് അത് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരിയിലോട്ട് ഒഴിക്കാം. പുളിശ്ശേരി എല്ലാം റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊക്കെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. അപ്പം നിങ്ങളിതൊക്കെ വെച്ച് നോക്കണം. പുതിയ ചാനലാണ്, നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.